ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ടെസ്ലയാണ്. അപ്പോൾ ടെസ്ല വാഹനങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇതിൻ്റെ ഓയിൽ സർവീസ് എപ്പോഴാണ് ചെയ്യുന്നത്, അതേമാതിരി തന്നെ ഇതിന് ഓയിൽ ഫിൽറ്റർ ഉണ്ടോ എന്നുള്ളതൊക്കെ. എന്നാൽ ഈ വാഹനത്തിന് ഓയിൽ ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സർവീസ് എപ്പോഴാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വാഹനം വർക്ക് ചെയ്യുന്ന സമയത്ത്, അതേമാതിരി തന്നെ നമ്മൾ ബാറ്ററി എന്തെങ്കിലും ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത്, അതേമാതിരിയുള്ള വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഗ്ലാസ് സ്വല്പം താഴ്ത്തി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്ലാസ് സ്വല്പം താഴ്ത്തി വെക്കേണ്ടത് എന്നുള്ളതും കൂടി ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ടെസ്ലയുടെ ഒരു വൈ എന്ന് പറയുന്ന ഒരു മോഡലാണ്. എന്താണ് വൈയും എക്സും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഈ വാഹനങ്ങളിൽ നമ്മൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ആക്സിഡൻറ്റ് ജോബൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതേമാതിരി മോട്ടറും അതേമാതിരി തന്നെ റിയർ ക്രോസംബറൊക്കെ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഓയിൽ സർവീസ്, ഈ വാഹനത്തിൻ്റെ ഓയിൽ സർവീസ് എപ്പോഴാണ് ചെയ്യുന്നത്, ഈ വാഹനത്തിന് ഫിൽറ്റർ ഉണ്ടോ എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വാഹനത്തിൽ ഓയിൽ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ഫിൽറ്ററാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതുണ്ടല്ലോ, ഇത് ആക്ച്വലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ ഡിഫറൻഷ്യലിൻ്റെ ഓയിൽ ഫിൽറ്ററാണ് വരുന്നത്. അപ്പോൾ റിയർ ഡ്രൈവ് യൂണിറ്റിൻ്റെ ഫുൾ സെറ്റിലുള്ളൊരു ഓയിൽ ഫിൽറ്ററാണ് ഇത്. ഇതിൻ്റെ ഓയിലും അതേമാതിരി തന്നെ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ട പീരീഡ് എന്ന് പറയുന്നത് എവറി 40,000 കിലോമീറ്ററിലാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ടത്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വാഹനങ്ങൾ നമ്മളെ ബാറ്ററി അതേമാതിരി തന്നെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡോർ ഗ്ലാസ് സ്വല്പം താഴ്ത്തി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഇത് ഡോർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്ലാസ് കാണാം ഓട്ടോമാറ്റിക്കായിട്ട് താഴ്ന്നു വരുന്നത്. ഇതുണ്ടല്ലോ. അപ്പോൾ ഡോർ ഹാൻഡിൽ തുറക്കുന്ന സമയത്തും അതേമാതിരി തന്നെ അടക്കുന്ന സമയത്ത് അത് മുകളിലോട്ട് പോകും. എന്നാൽ നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതേമാതിരി താഴത്തില്ല. അപ്പോൾ നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് ഡാമേജ് ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പൺ ആക്കാനും സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡോർ ഗ്ലാസ് താഴ്ത്തി വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.